നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 425th day. Today 6th chapter 25th ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 425 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണായ നമഃ. പിതൃൻ സന്ദർഭ്യ ശുദ്ധ്യർത്ഥം പ്രായശ്ചിത്തം സമാചരേത്. മണ്ഡലം ച പ്രകർത്തവ്യം തത്ര സ്ഥാഭ്യോ ഹരിസ്തഥാ. പിതൃൻ സന്ദർഭ്യ ശുദ്ധ്യർത്ഥം പ്രായശ്ചിത്തം സമാചരേത്. മണ്ഡലം ച പ്രകർത്തവ്യം തത്ര സ്ഥാഭ്യോ ഹരിസ്തഥാ. ഓം തത്സത്. ഈ ഹരികഥ, അതായത് ശ്രീമദ് ഭാഗവത പറയാൻ ആരംഭിക്കുന്ന ആ ആചാര്യൻ പിതൃതർപ്പണം ചെയ്യണം. അതിന് മാത്രം ആ ശരീരശേഷി ഇല്ലെങ്കിൽ ശരീരശുദ്ധിക്കായിക്കൊണ്ട് വേണ്ട വിധത്തിലുള്ള പ്രായശ്ചിത്തം ചെയ്യണം. പിതൃക്കളെ മനസ്സിൽ ആരാധിച്ച് അവർക്ക് വേണ്ട വിധത്തിലുള്ള പ്രായശ്ചിത്തം ചെയ്തതിന് ശേഷം വായിക്കാൻ ഉയർത്തി കെട്ടിയിട്ടുള്ള ഒരു മണ്ഡപം നിർമ്മിച്ച് അതിനുള്ളിൽ കോലങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ച് അവിടെ ശ്രീഹരിയെ, ശ്രീ മഹാവിഷ്ണുവെ മന്ത്രപൂർവം ആവാഹിച്ച് ഉറപ്പിക്കണം. ആ ഭഗവാനെ ആ സ്ഥലത്ത് സർവ മന്ത്രങ്ങളോടും കൂടി ആവാഹിച്ച് ഉറപ്പിച്ച് ഒരു നല്ല ഉയർന്ന മണ്ഡപം നിർമ്മിച്ച് ആ മണ്ഡലത്തിൽ ഭഗവാനെ സ്ഥാപിച്ച് ആവാഹന പൂജയൊക്കെ ചെയ്ത് വേണം ശ്രീമദ് മഹാഭാഗവത കഥ പാരായണം ചെയ്യുവാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിനു മുന്നേ അദ്ദേഹം ദേഹശുദ്ധി വരുത്തി നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് വേണ്ട വിധത്തിൽ സന്ധ്യാവന്ദനങ്ങളും മറ്റും ചെയ്ത് വിഘ്നേശ്വരനെ പൂജിച്ച് വീണ്ടും പിതൃക്കളെയെല്ലാം സ്മരിച്ച് പിതൃക്കൾക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം വേണം ശ്രീഹരിയെ ആവാഹിച്ച് ആ ഉയർത്തിക്കെട്ടിയ മണ്ഡപത്തിൽ നിർത്തുവാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പിതൃക്കൾക്ക് തർപ്പണം ചെയ്യണം. അങ്ങനെയില്ലെങ്കിൽ ശുദ്ധ്യർത്ഥ പ്രായശ്ചിത്തം ചെയ്യണം. പിന്നീട് മണ്ഡലത്തിൽ കോലങ്ങളൊക്കെ ഇട്ട് അലങ്കരിച്ച് ഉയർത്തിക്കെട്ടിയ മണ്ഡലത്തിൽ സർവതോ ഭദ്രം എന്ന് ആ മണ്ഡലം എല്ലാത്തിലും ഭദ്രമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആ മണ്ഡലത്തിൽ ശ്രീഹരിയെ ഇരുത്തി ആവാഹന പൂജയൊക്കെ ചെയ്ത് ആവാഹിച്ച് ശ്രീഹരിയെ അവിടെ ഉറപ്പിക്കണം, മന്ത്രപൂർവ്വം ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പിതൃൻ സന്ദർഭ്യ ശുദ്ധ്യർത്ഥം പ്രായശ്ചിത്തം സമാചരേത്. മണ്ഡലം ച പ്രകർത്തവ്യം തത്ര സ്ഥാഭ്യോ ഹരിസ്തഥാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.